എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന OTT സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം സിനിമാ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇന്നലെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. നസ്ലിനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഒരു ഹാക്കറുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമ ഇന്നലെ ഒരു ദിവസം കൊണ്ട് 65 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 1,50 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. 5 കോടിക്ക് താഴെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സിനിമ എവറേജ് അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണൂർ സ്ക്വാഡുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണൂർ സ്ക്വാഡ് സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി നായകനായി മമ്മൂട്ടി തന്നെയാണ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 100 കോടി ബിസിനസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡിന്റെ രണ്ടാം ഭാഗം ഉടനെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ് 2 വന്നാൽ ഉറപ്പായിട്ടും 100 കോടി അടിക്കുമെന്നത് തീർച്ചയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ധോണി എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ സിനിമ ഇന്ന് സിംപ്ലി സൗത്ത് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയെ കുറിച്ചാണ്. രജനികാന്തിന്റെ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കൂലി. മലയാളി താരം സൗബിൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമ അടുത്ത വർഷം മാർച്ച് ഏപ്രിലായിട്ട് റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മലയാള സിനിമയായ എമ്പുരാനുമായിട്ട് ക്ലാഷ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ സൂര്യയുടെ സിനിമയും റിലീസുണ്ട്. ഈ 3 വമ്പൻ സിനിമകൾ ഒരേ മാസത്തിൽ വന്നാൽ അത് എമ്പുരാനെ കാര്യമായിട്ട് ബാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ലക്കി ഭാസ്കറുമായി ബന്ധപ്പെട്ടതാണ്. ലക്കി ഭാസ്കറിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഡിസംബറിൽ OTT റിലീസ് ഉണ്ടാകും. സിനിമ ഇതിനോടകം തന്നെ 74 കോടി 10 ലക്ഷം രൂപ കളക്ഷൻ നേടിയിരിക്കുകയാണ്. വെറും 8 ദിവസം കൊണ്ടാണ് ലക്കി ഭാസ്കർ ഇത്രയും അധികം കളക്ഷൻ നേടിയിരിക്കുന്നത്. തെലുങ്കിൽ സിനിമ ഹിറ്റാണ്. എന്തായാലും അടുത്ത മാസമായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അമരൻ എന്ന സിനിമയെ കുറിച്ചാണ്. 3 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ നേടിയ സിനിമയാണ് അമരൻ. തമിഴ്നാട് സിനിമ ഹിറ്റാണ്. അതുപോലെ കേരളത്തിലും ഇപ്പോൾ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജവാന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ റെക്കോർഡ് തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. 60 കോടിക്കാണ് അമരൻ എന്ന സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അമരൻ എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 150 കോടി 50 ലക്ഷം രൂപ ഇപ്പോൾ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഉടനെ തന്നെ 200 കോടിയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് കങ്കു എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ അടുത്ത ആഴ്ചയാണ് റിലീസ്. ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സൂര്യയാണ് ഈ സിനിമയിൽ നായകൻ. ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത് 300 കോടിയാണ്. അത്രയും വലിയ സിനിമയാണ് കങ്കുവ. 10,000 സ്ക്രീനിന് മുകളിൽ സിനിമ റിലീസുണ്ട്. കങ്കു എന്ന സിനിമയുടെ സെക്കൻഡ് ട്രെയിലർ ഈ ഞായറാഴ്ച റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ട്രെയിലറിന്റെ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെ കുറിച്ചാണ്. മോഹൻലാല് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ്. സിനിമ നേരത്തെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് മാറ്റിവെച്ചു. ഇപ്പോഴിതാ ദുബായിൽ ബറോസ് എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ബറോസ് എന്ന സിനിമ ഡിസംബറിലാണ് റിലീസ്. 3D സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കത്തനാർ എന്ന സിനിമയെ കുറിച്ചാണ്. ജയസൂര്യ നായകനാവുന്ന കത്തനാര് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ജയസൂര്യ 3 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അനുഷ്ക ഷെട്ടിയുടെ പേരാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീള എന്നാണ് അനുഷ്കയുടെ പേര്. ഈ സിനിമയ്ക്ക് പോസിറ്റീവ് ലഭിച്ചാൽ 200 കോടിക്ക് മുകളിൽ കത്തനാരെ കളക്ഷൻ നേടുമെന്നത് ഉറപ്പാണ്. വേൾഡ് വൈഡ് ആയിട്ടാണ് സിനിമ റിലീസിൽ ഒരുങ്ങുന്നത്. അത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കത്തനാരെ. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സമാധാന പുസ്തകം എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. ഇന്ന് ഏത് നിമിഷവും സിനിമയുടെ OTT റിലീസ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഇതിന്റെ ട്രെയിലർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സൈന പ്ലയാണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിജു വിൽസനാണ് സിനിമയിൽ നായകൻ. അതുപോലെ മാത്യു തോമസും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയെ കുറിച്ചാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം. ഈ സിനിമയുടെ OTT രീതി പുറത്തു വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ട സിനിമ ഏറമാണ്. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ്. ഇനി അടുത്തതായി കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ വർഷത്തെ ഓണം വിന്നറായിരുന്നു കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ. 50 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ആസിഫ് അലി വിജയരാഘവനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രണ്ടുപേരും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് നവംബർ അവസാനം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നവംബർ 25-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തേക്കും. ഹോട്ട്സ്റ്റാറിൽ അടുത്തു വരുന്ന സിനിമയാണ്
ചിത്രമാണ് കിഷ്കിണ്ട് കാണ്ഡം. ഇതിൻ്റെ ട്രെയിലർ ഉടനെ തന്നെ പുറത്തു വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.